കപടദേശവാദി, നാട്ടിൽ മത ജാതിവ്യാധി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടി യുദ്ധമെന്ന് പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ കപടദേശവാദികളല്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ചതിന് ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസുകാരും കപടദേശവാദികളല്ല. പെഹൽഗാമിൽ നമ്മുടെ 27 സഹോദരങ്ങൾ മരിച്ചു കിടന്നപ്പോൾ ഇവിടെ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരും കപടദേശവാദികളല്ല. കുടുംബം കുട്ടികളും ഒന്നുമില്ലാതെ 24x7 രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആ മനുഷ്യൻ കപടദേശവ്യാധി. മതജാതിവ്യാധി ഇവിടെ ഉള്ളതാണ്. രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകുകയുള്ളൂ. അതിന് ഒരു കൈയെ മാത്രം പഴിക്കുന്നത് ശരിയാണോ? മതം ചോദിച്ച് നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചു കൊന്ന ആ തീവ്രവാദികളെ കൂടി ഈ വ്യാധിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായേനെ. തലവനില്ല ആദിനാട്, ചുറ്റിടാൻ നിന്റെ നികുതി. തലവനില്ലേ നമുക്ക്? വേടം ബ്രോ, ഈ കേരളവും ഇന്ത്യയൊക്കെ ഒന്ന് വിട്ട് വെളിയിലോട്ടൊന്ന് പോയി നോക്ക്. ലോകരാജ്യങ്ങൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഒന്നൊന്നര തലവനുണ്ട് നമുക്ക്. അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്രമോദി. നാട് ചുറ്റിടാൻ നിന്റെ നികുതിയോ? നയതന്ത്ര കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനെയാണോ ഈ വിമർശിക്കുന്നത്? എങ്കിൽ വേടൻ ബ്രോയുടെ അറിവ് 0% എന്ന് എനിക്ക് പറയേണ്ടി വരും. നികുതി പണം എടുത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തെ മൊത്തം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നതും കണ്ടില്ല എന്നുണ്ടോ? ഇതേ നികുതി പണം എടുത്ത് നാട് നീളെ മുഴുക്കനെ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നത് കണ്ടില്ല എന്നുണ്ടോ? വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞതെങ്കിൽ കേട്ടറിവ് വെച്ച് അത് ശരി തന്നെ ആയിരിക്കണം. പക്ഷേ കേരളത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു. നാട് പാതിയല്ല, നാട് മുഴുവനായി വാളെടുത്തവന്റെ കയ്യിലാണ്. TP ചന്ദ്രശേഖരനും ശരത്ലാലും കൃപേഷും ഒക്കെ ആ ലിസ്റ്റിലെ ഉദാഹരണങ്ങൾ മാത്രം. വാക്കെടുത്തവൻ ദേശദ്രോഹി, തീവ്രവാദി. അതേ ബ്രോ, രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവൻ ദേശദ്രോഹി തന്നെയാണ്. പിന്നെ മോദിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും സംസാരിക്കുന്ന ആരെയും ഇവിടെ തീവ്രവാദിയായൊന്നും മുദ്ര കുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പാട്ടിറങ്ങിയിട്ട് 4 വർഷമായി ഇതുവരെ ബ്രോയ്ക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, ധ്രുവരാത്തി എന്ന യൂട്യൂബർ മോദിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും നിരന്തരം വീഡിയോ ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോഴും വീഡിയോ ചെയ്യുന്നില്ലേ? എഴുതിയ വരിയിലധിക പകുതിയും ഞാനേറ്റ ചതി. ബ്രോ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചതിവോ വഞ്ചനയോ പറ്റിയെങ്കിൽ ഒരു രാജ്യത്തിന്റെ മൊത്തം സിസ്റ്റത്തെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? പാണനെന്നും പറയനെന്നും പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയ കാലഘട്ടമല്ല ഇത്. ഇത് ന്യൂജൻ കാലമാണ്. മതത്തിനും ജാതിക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ജനറേഷൻ. അവിടേക്ക് വീണ്ടും കടന്നു വന്ന് പാണനെന്നും പറയനെന്നും തമ്പ്രാനെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷം തുപ്പാതിരുന്നാൽ മതി. ഇന്നിവിടെ ജാതിക്കും മതത്തിനും ഒന്നുമല്ല ബ്രോ ഇമ്പോർട്ടൻസ്. കാശുള്ളവൻ രാജാവ്. അവൻ പാണനായാലും പറയനായാലും തമ്പ്രാനായാലും സമൂഹത്തിൽ അവനെ വിലയുള്ളൂ. കനൽ ഒരു തരി മതി, ഒരു തരി മതി, ഒരു തരി മതി. ഇതെന്താ ബ്രോ, സെൽഫ് ട്രോൾ ആണോ? LDF വരും, എല്ലാം ശരിയാകും, മദ്യവിമുക്തമായ കേരളം, കനൽ ഒരു തരി മതി, ഇതൊക്കെ സെൽഫ് ട്രോൾ ഗണത്തിൽ പെടുന്നതാണേ. അപ്പൊ ഓക്കെ ബ്രോ, നല്ല വൈബുള്ള അടിപൊളി പാട്ടുകളുമായിട്ട് ബ്രോ ഇനിയും വരണം, ഇനിയും പൊളിക്കണം.